ഒന്നും അല്ല മോനെ, ഞാൻ പറയുന്നത് നീ ആ പെൺകൊച്ചിനെ പോയി ഒന്ന് കാണും. ഇഷ്ടപ്പെട്ടില്ലേ കെട്ടണ്ട. ഇഷ്ടപ്പെടില്ല അങ്കിൾ. വാഷിംഗ്ടൺ DC-യിലും ന്യൂയോർക്ക് സിറ്റിയിലും ഞാൻ എത്രമാത്രം പെൺകുട്ടികളെ കണ്ടിരിക്കുന്നു. ഒരെണ്ണത്തിനും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫാഷനബിൾ ഡോൾസ് ദേ ആർ. എടാ നിനക്കറിയാമല്ലോ, നിന്റെ അച്ഛൻ വിപ്ലവാരിഷ്ടം വിറ്റാണ് പണക്കാരനായത്. 4 അക്ഷരം കൂട്ടി വായിക്കാൻ കഴിവില്ലായിരുന്നു. പണം ഉണ്ടായി എന്നല്ലാതെ കുടുംബവാഹത്വം ഒന്നുമില്ല. ഈ പെൺകുട്ടിയുടെ അച്ഛനെ രാജകുടുംബാംഗമാണ്. ഒത്തു കിട്ടിയാൽ നിന്റെ അച്ഛന്റെയും ഭാഗ്യം. അങ്കിൾ, ഞാൻ അമേരിക്കൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നവനാണ്. എന്നെ മരുമോനായി കിട്ടാൻ ഒന്നല്ല 100 രാജകുടുംബങ്ങൾ ക്യൂ നിൽക്കും. എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. പോത്തിന്റെ അടുത്ത് വേദം മൂന്നിട്ട് എന്താ കാര്യം? അങ്കിൾ പരിഭവിക്കരുത്. നഗരം, നാഗരിക സംസ്കാരം എല്ലാം എനിക്ക് വല്ലാതെ മടുത്തുപോയി അങ്കിൾ. ഞാൻ കിട്ടുന്നെങ്കിൽ അത് ഒരു ഗ്രാമീണ പെൺകുട്ടിയെ മാത്രമായിരിക്കും. എന്നാ നീ പോയി വല്ല ആദിവാസിയും കെട്ടടാ. മുഖ്യമന്ത്രി വരെ കല്യാണത്തിന് വരും. ഈ പെൺകൊച്ച് സിറ്റിയിൽ പഠിക്കുന്നത് കൊണ്ട് അല്പം മോഡേൺ എല്ലാം ധരിക്കുന്നുണ്ട്. കാലത്തിനനുസരിച്ച് കോലം കെട്ടണ്ടേ? പക്ഷെ ഗ്രാമത്തിന്റെ നിഷ്കളങ്കത, ശാലീനത എല്ലാം ഒത്തിണങ്ങിയ സുന്ദരിയായ ഒരു പെൺകൊച്ചാണ് ഈ കൊച്ച്. അതുപോലെ വേറെയും പ്രശ്നങ്ങളുണ്ട്. വേറെ എന്താണ് ആ പ്രശ്നം? ഞാൻ പറഞ്ഞത്, എന്റെ സങ്കല്പത്തിലുള്ള പെൺകുട്ടിക്ക് വിനയം, അച്ചടക്കം, എളിമ, തനിമ ഇതൊക്കെ വേണം. അവിടെ ചെന്നൊരു 10 ദിവസം താമസിക്കും. എളിമയും തനിമയും നിനക്ക് തിരിച്ചറിയാവുന്ന നോക്ക്. അങ്കിൾ, ഞാനൊരു അമേരിക്കക്കാരനല്ലേ. ഞാനവിടെ ചെല്ലുമ്പോ തന്നെ അവൾ എന്നോട് എളിമയും തനിമയും ഒക്കെ കാണിക്കും, എന്നെ സ്വന്തമാക്കാൻ വേണ്ടി. അതുപോരാ, ദൂരെ നിന്ന് എനിക്ക് അവളെ പഠിക്കണം. എ ഡിസ്റ്റന്റ് സ്റ്റഡി ഓഫ് ഷീ ആൻഡ് ഹെർ പാരന്റ്സ്. അതിന് വഴിയുണ്ട്. ഏത് വഴി? ആൾമാറാട്ടം. ശരിക്കും ആൾമാറാട്ടം. ഡ്രൈവർ ശംഭുവും നീയും അവിടെ ചെല്ലുന്നു. നീ ഡ്രൈവറായിട്ട്, ശംഭു അമേരിക്കയിൽ നിന്നും വന്ന നീയായിട്ട്. എങ്ങനെ എങ്ങനെ എങ്ങനെ? യഥാർത്ഥത്തിലുള്ള തനിമയും എളിമയും ആ കുട്ടിക്കുണ്ടെങ്കിൽ ആ കുട്ടി അത് ഡ്രൈവറോട് കാണിക്കും. അതായത് നിന്നോട്. പറ്റൂല്ലെങ്കിൽ പറ, വെറുതെ ആളെ മെനക്കെടുത്ത് തരും. ഐഡിയ ഇസ് നോട്ട് സോ ബാഡ്. പക്ഷേ ഈ ആൾമാറാട്ടത്തിന്റെ കാര്യം ശംഭുവിനോട് അത്ര വിശദീകരിച്ച് പറയണ്ട. കേവലം ഒരു ഡ്രൈവർ നമ്മുടെ കുടുംബകാര്യങ്ങൾ അറിയുന്നത് ശരിയല്ലല്ലോ. അവനോട് ഞാൻ വേറെ ഇന്ത്യൻ നുണ പറഞ്ഞോളാം. അങ്കിളത് വളരെ സിമ്പിളായി പറയാൻ കഴിയും. എന്നെ പോലെ ഒരു ബുദ്ധിജീവിയൊന്നുമല്ലോ അവൻ. മണ്ടൻ കൊണാപ്പി. ഏതായാലും അങ്കിൾ പറഞ്ഞതുപോലെ ഞാനൊന്ന് കളിച്ചു നോക്കാം. ജസ്റ്റ് ഫോർ എ ത്രിൽ. ബൈ. കോട്ടപ്പള്ളി എന്ത് പറഞ്ഞാലും ശരി, ഇത് ആദിപ്പിക്ക് വലിയ ക്ഷീണായി പോയി. അടികളുടെ മുഖത്ത് ഞങ്ങളിനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ അത് കാണണം. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ അറിഞ്ഞാലല്ലേ എനിക്കത് തടയാൻ പറ്റൂ. അത് കോട്ടപ്പള്ളിയുടെ തന്ത്രപരമായ ഒരു ഒഴിഞ്ഞു മാറ്റമാണ്. സ്വന്തം വീട്ടിലെ സംഭവവികാസങ്ങൾ അറിയാത്ത കോട്ടപ്പള്ളിക്ക് എങ്ങനെ ആഗോള പ്രശ്നങ്ങൾ വിശകലനം ചെയ്യാൻ പറ്റും? കോട്ടപ്പള്ളിയാണല്ലോ നായരുടെ മൂത്ത മകൻ. എങ്ങു നിന്നോ വന്ന സഹായി എന്ന് പറയുന്ന ഈ എംബോക്കിക്ക് ഇത്രയും ഗംഭീരമായിട്ടൊരു സദ്യ കൊടുക്കുന്ന കാര്യം മൂത്ത മകനോട് വീട്ടുകാരെന്തോട് പറഞ്ഞില്ല? നമ്മൾ കൊടുക്കുന്ന ഈ നിലയും വിലയൊന്നും കോട്ടപ്പള്ളിക്ക് സ്വന്തം വീട്ടിൽ ഇല്ലെന്നേ. പലചരക്ക് കടയിൽ 1500 രൂപ, പച്ചക്കറി 500 രൂപ, മട്ടൻ 400 രൂപ, ഫിഷ് 425 രൂപ, പിന്നെ പാല്, തൈര് എല്ലാം കൂടി 4200 രൂപ. പ്രകാശം തന്നെയാണോടി ഇത് നിന്റെ കയ്യിൽ തന്നത്? പിന്നെ ആരമ്മേ? കടക്കാരൊക്കെ നാളെ വരുമ്പോ പണം കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയത്. എന്റെ ഭഗവാനെ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? ആ, നമ്മളെന്തിനാ വേവലാതിപ്പെടുന്നത്? മഹാനായ മോനുണ്ടാക്കിയ കടവല്ലേ, അച്ഛൻ കൊടുത്തോളൂ. ആദ്യമേ വേണ്ടാന്ന് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ ആരാണെന്നാ ചോദിച്ചത്? ഞാൻ പറയാം, പ്രഭാരം കോട്ടപ്പള്ളി. ഷടപ്പ്. ഈ ഇരിക്കുന്ന മനുഷ്യൻ പറയട്ടെ. പ്രഭേ, വേണ്ട, ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം ഞാൻ പിൻവലിക്കുന്നു. താങ്കൾ എന്റെ അച്ഛനാണ്. എന്താടാ നീ പറഞ്ഞത്? വെറും ഒരു പദവിക്ക് വേണ്ടി എനിക്ക് മൂത്ത മകനാകണ്ട. ഒരു മൂത്ത മകന്റെ അധികാരം എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ എന്നെ നിങ്ങൾ റബ്ബർ സ്റ്റാമ്പ് ആക്കരുത്. എന്റെ മോനോട് ഞാൻ എന്ത് തെറ്റാണാവോ ചെയ്തത്? ഒരു ബൂർഷ്വാ കുത്തക മുതലാളിയോട് പെരുമാറുന്നത് പോലെയാണ് എന്റെ സഹാക്കളി എന്നോട് പെരുമാറിയത്. പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സുകളിൽ പൂച്ചകളെ പോലെ പതുങ്ങിയിരിക്കാറുള്ള ലോ ക്ലാസ് മെമ്പർമാർ പോലും ഇന്ന് എന്നെ ചീത്ത വിളിച്ചു. എങ്ങു നിന്നോ വന്ന ഒരു കാട്ടുകള്ളനെ എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് സൽക്കരിക്കാന്ന് വെച്ചാൽ? ഓ, അതാണോ? എന്നോടൊരു വാക്ക് ചോദിച്ചോ? പറയൂ. ഇതിന് പ്രതിവിധി ചെയ്യാതെ ഞാൻ വിടില്ല. എന്ത് പ്രതിവിധിയാണാവോ? അത് ചെയ്യുമ്പോ കാണാം. ഈ അഴിഞ്ഞാട്ടത്തിനൊക്കെ കാരണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് നട്ടെല്ലില്ല. പ്രഭേ, റബ്ബർ കൊണ്ടുണ്ടാക്കിയ ഒരു നട്ടെല്ലെങ്കിലും വാങ്ങി ഫിറ്റ് ചെയ്യണം.
Idiot. Come in. അതെ ധവാൻ സാറേ, എന്നെ കൊണ്ട് ഈ വൃത്തിയായിട്ട വേഷമൊക്കെ ഇടിപ്പിക്കുന്നതിന് പാന്റ് ഷർട്ട് വൃത്തികെട്ട വേഷമാണോ? അതെ, അത് അർഹതയില്ലാത്തവന്തായിരിക്കും അങ്ങനെയൊക്കെ തോന്നും. ധവാൻ സാർ ധരിച്ചപ്പോഴും തോന്നി. Shut up. അധികം സംസാരിക്കണ്ട. അമേരിക്കയിലുള്ളതുപോലെ ക്യാപിറ്റലിസം വന്നാലേ നിന്റെ ഒക്കെ നാവടപ്പിക്കാൻ പറ്റൂ. ആ ശരി, ഈ വേഷം മാറി അവിടെ ചെന്നാ തല്ലുവെല്ലാം കിട്ടുമോ? മര്യാദക്ക് നിന്നില്ലേ കിട്ടും. ആരെന്ത് ചോദിച്ചാലും ഡോണ്ട് സ്പീക്ക് ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. മിണ്ടരുത്, അനങ്ങരുത്, അടുക്കരുത്. ഓക്കെ? സർദാർ കൃഷ്ണക്കുറുപ്പ് എന്ന് പറഞ്ഞാൽ ആരെന്നറിയാമോ എനിക്ക്? ഇല്ല. ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ടിപ്പുവിനെ വിറപ്പിച്ചു വിട്ട രാജകുടുംബത്തിലെ ഇപ്പോഴത്തെ അവകാശി. ഇംഗ്ലീഷുകാർക്കെതിരെ നേരിട്ട് പടപൊരുതിയ ആളാണ് സർദാർ കൃഷ്ണക്കുറുപ്പ്. ആരാടാ കാരണക്കാരൻ? പോലീസിനെ സ്വാധീനിച്ച് ഉത്തമന്റെയും കൂട്ടരുടെയും പേരിൽ കൊലപാതക കുറ്റം ചുമത്തിയത് ആരാന്നാ ചോദിച്ചത്? നാറികൾ. ഇപ്പൊ എന്തായി? അയാൾ ചത്തത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണെന്ന് തെളിഞ്ഞില്ലേ? മരിച്ചു കിടക്കുന്നത് ഞങ്ങളുടെ സഖാവാണെന്നും പറഞ്ഞ് ചുവപ്പ് കൂടി പുതപ്പിക്കാൻ പുറപ്പെട്ട കോമാളികൾ എന്തിയെ? ഇപ്പൊ നിങ്ങൾക്ക് ശവം വേണ്ടേ? വേണ്ട, ഞങ്ങൾക്ക് ശവം വേണ്ട. നിങ്ങൾ എല്ലാ ശവങ്ങളുടെയും കൂടെ ഒരു ശവം കൂടി ഇരിക്കട്ടെ. സൂക്ഷിച്ച് സംസാരിക്കണം. പോടാ പുല്ലേ. ജംഗ്ഷനിലേക്ക് വാ, വാ കാണിച്ചു തരാം. ജംഗ്ഷനിൽ വെച്ച് ചലിച്ചാൽ നീ വിവരം അറിയും. അച്ഛാ, ഞാനൊരു നിരപരാധിയെ രക്ഷിക്കാൻ ശ്രമിച്ചു. മറ്റൊരു നിരപരാധിയായ അച്ഛൻ ലോക്കപ്പിലായി. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ തകരാറിലായിരിക്കുന്നു. ഇപ്പൊ അച്ഛന് മനസ്സിലായില്ലേ? നീ പ്രതിപക്ഷമാണല്ലോ, എന്നിട്ട് എന്തേ സ്റ്റേഷനിലൊന്നും വന്നില്ല? അച്ഛാ, അച്ഛൻ വെറുമൊരു അച്ഛനല്ല, ഒരു വിപ്ലവകാരിയുടെ അച്ഛനാണ്. വിയറ്റ്നാമിലെയും ക്യൂബയിലെയും എത്രയോ അച്ഛന്മാരെ പറ്റി അച്ഛൻ അറിയോ? മക്കളുടെ ചിതയിൽ നിന്ന് തോക്കെടുത്ത ധീരന്മാർ. ഇവിടെ ഇപ്പൊ മക്കളുടെ ചെതിയില്ലല്ലോ. ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ്. അച്ഛനെ ലോക്കപ്പിൽ നിന്ന് വിട്ടില്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനായിരുന്നു ഞങ്ങളുടെ പരിപാടി. അയ്യോ, അത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല. സായുധ വിപ്ലവം ഞങ്ങൾക്ക് പുത്തരിയൊന്നല്ല അച്ഛാ. ഇറങ്ങണ വലയിൽ ഇറങ്ങാൻ. താനൊക്കെ കോത്താടുന്ന വരുവാണോ? മനുഷ്യരെ കൊല്ലാൻ നടക്കുക. ഇതാണ് അമേരിക്കൻ സ്റ്റൈൽ. ഇങ്ങനെ ഓടിക്കുന്നതിന്റെ ഒക്കെ പല്ലടിച്ചേരിപ്പിക്കലാണ് ഇവിടുത്തെ സ്റ്റൈൽ. സോറി. അതെ, ഒരു 30 ലിറ്റർ പെട്രോൾ അടിച്ചേ. പെട്രോൾ അടി. സാറിന് എവിടുന്ന് കിട്ടി ഈ സാധനത്തിന്? ദേഷ്യപ്പെടാതെ പെട്രോൾ അടിക്കണം. ഇവനെയൊക്കെ കൊണ്ട് നടന്നാലേ ആളും കാണൂല, വണ്ടിയും കാണൂല. പ്ലീസ്. സാറ് പറഞ്ഞുകൊണ്ട് ഞാൻ വെറുതെ വിട്ടിരിക്കുന്നു. അവന്റെ ഒരു അമേരിക്കൻ സ്റ്റൈൽ. യഥാർത്ഥ ഡ്രൈവർ അമേരിക്കൻ വേഷത്തിലായിരിക്കും. പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. അത് പെൺകുട്ടിയുടെ സ്വഭാവം ദൂരെ നിന്ന് പഠിക്കാനാ വേഷം മാറി വരുന്നത്. അത് ഞങ്ങൾ നോക്കിക്കോളാം. ഏതായാലും വിളിച്ചു പറഞ്ഞ നന്നായി. ആ, അങ്ങനെ വരുമ്പോ പറയാം. ഓക്കെ. ധവാൻ സാറേ, ആ ലോറിക്ക് സൈഡ് കൊടുത്തേക്കണം. സാർ, ലോറി താൻ മിണ്ടായിരിക്കണോ? എന്നെ ഓവർടേക്ക് ചെയ്യാൻ ഒരുത്തരെയും ഞാൻ സമ്മതിക്കില്ല. അമേരിക്കയിൽ ഞാൻ സമ്മതിച്ചിട്ടില്ല. വണ്ടി കൊടുക്കടാ, കൊടുക്കടാ അങ്ങോട്ട്. അവന്റെ ഓടിക്കലിൽ നിന്ന് ഞാൻ നിർത്തും. ഏത് എരപ്പാടിയാണോ നിന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത്? ഇറങ്ങാ വെളിയില്, ഇറങ്ങാമില്ല വെളിയില്. സാറേ, ചേട്ടാ, സാറേ, പ്രശ്നം ഉണ്ടാക്കരുത്. കഷ്ടകാലത്തിന് എന്റെ ഡ്രൈവർ ഡ്രൈവിംഗ് പഠിച്ചത് അമേരിക്കന്നാ. അവിടെ സൈഡ് കൊടുക്കത്തില്ലെന്ന്. കാലുമടക്കി ഒരു ചവിട്ട് കൊടുത്താലേ ഏത് അമേരിക്കക്കാരനും സൈഡ് വരും. ചവിട്ട് ഞാൻ കെടുത്തോളാം. ആശാൻ പ്രശ്നം ഉണ്ടാക്കരുത് പ്ലീസ്. സാറിനെ പോലുള്ള മാന്യന്മാര് ഇതുപോലുള്ള അലവലാദികളും കൊണ്ട് നടക്കരുത്. എന്ത് ചെയ്യാനാ? കഞ്ഞിയും വെള്ളവും കുടിച്ച് ജീവിച്ചോട്ടെ കരുതിയാ. സാറ് പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടും. താൻ എന്നെ ഇൻസൾട്ട് ചെയ്തു. അതെ,
സാറിന്റെ തടി കേടാവാതിരിക്കാൻ എന്റെ ശരീരത്തെ തൊട്ടിരുന്നെങ്കിൽ അവന്റെ കഥ ഞാൻ കഴിച്ചാലേ. ക്ഷമിക്കണം, എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇനി ഈ നാടകങ്ങളിൽ പറ്റില്ല. അത് നടപ്പില്ല. ഞാൻ തന്നെ അമേരിക്കക്കാരൻ, നീ തന്നെ ഡ്രൈവർ. പാന്റ് ഷർട്ടോ കഴിച്ച് മാറ്റി. ഈ റോഡിൽ നിന്ന് ഒന്നും പറയണ്ട. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തി കാറിന് പിന്നിച്ചിട്ട് ശരിയാവില്ല. പാന്റ് ഷർട്ടോ കഴിച്ച് മാറ്റി വണ്ടി എടുക്കടാ. അല്ല അങ്ങനെ വണ്ടി എടുക്കടാ. ഷർട്ട് ഇടാ. സ്വാഗതം സ്വാഗതം. വന്നാട്ടെ. യാത്രയൊക്കെ സുഖമായിരുന്നു? ഐ എം M.A. ധവാൻ. പ്ലീസ് ടു മീറ്റ് യു. ഓക്കെ ഓക്കെ. ഡ്രൈവർ, എന്റെ ലഗേജ് ഒക്കെ എടുത്ത് കുഞ്ഞെടുക്കണ്ട. ആന്റി, അത് കുഞ്ഞല്ല, എന്റെ ഡ്രൈവറാണ് അവൻ. അത് ഞങ്ങൾക്കറിയാം. പക്ഷെ ലഗേജ് ഒക്കെ ഇവിടുത്തെ ജോലിക്കാരെ കൊണ്ട് ഞാൻ എടുപ്പിച്ചോളാം. വന്നാട്ടെ. നിങ്ങൾ വരൂ. വാ കൂട്ടാ. അകത്ത് വാ കുഞ്ഞ്. അവൻ പുറത്തു നിന്നാ മതി. സ്റ്റേഷനിലുള്ള ഡ്രൈവറെ ആരും അകത്ത് കയറ്റാറില്ല. നീ പുറത്തു ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. നീ വരൂ കുഞ്ഞെ, വരൂ. പ്ലീസ്. ഐ എം സോറി ആന്റി. അവൻ പുറത്തു പോട്ടെ. പുറത്തു. ആരെങ്കിലും ഒന്ന് തീർത്ത് പറയണം. ഞാൻ നിക്കണോ പോണോ? പോണം. ഞങ്ങളൊരു സോഷ്യലിസം സപ്പോർട്ട് ചെയ്യുന്ന ഫാമിലിയാണ്. മുതലാളിയും തൊഴിലാളിയും ഒരേ തീൻമേശയിലിരുന്ന് ഭക്ഷണം കഴിക്കണം, ഒരേ കിടക്കയിൽ തന്നെ കിടന്നുറങ്ങണം. ഞാനൊരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയിൽ വളർന്നു വന്നവനാണ്. മുതലാളി മാളികയിലും തൊഴിലാളി മുറ്റത്തും. ഞങ്ങളും താമസിയാതെ അങ്ങനെ ആക്കും. മുതലാളി അകത്തും തൊഴിലാളി പുറത്തും. നിന്നോടാ പുറത്തു പോകാൻ പറഞ്ഞത്? കുഞ്ഞെ Wow.